HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനഖാറാം, അവിനാഷസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കോടതി മുറിയിലെ കാരുണ്യവാൻ ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ ഓർമ്മ. ഇന്ത്യക്ക് റഷ്യയുടെ ഓഫർ 5% കിഴിവിൽ എണ്ണ നൽകും. MDMA വിൽപ്പന, യുവാവ് അറസ്റ്റിൽ. ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം, കീടനാശിനി. കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025-26 കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ്. അധ്യാപകനെ വിദ്യാർത്ഥി വെടിവെച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കോടതി മുറിയിലെ കാരുണ്യവാൻ ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ ഓർമ്മ. കോടതി മുറിയിൽ കാരുണ്യവും സഹാനുഭൂതിയും പ്രകടിപ്പിച്ച വിധികളിലൂടെ ലോകശ്രദ്ധ നേടിയ റോഡ് ഐലൻഡ് റിട്ടയർഡ് ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. കോർട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന കോടതി ഡിവിഷനിലൂടെയാണ് പ്രശസ്തനായത്. ഈ വീഡിയോകൾ 100 കോടി ആളുകളാണ് കണ്ടത്. വിധികളിൽ പുലർത്തിയ നന്മയും വിട്ടുവീഴ്ചയും കാണികളുടെ കണ്ണു നനയിച്ചു. അമേരിക്കയിലെ ദരിദ്ര വിഭാഗത്തിന് ആരോഗ്യ പരിചരണം, അന്യായമായ ഒഴിപ്പിക്കൽ, മുതിർന്ന പൗരന്റെ അവകാശങ്ങൾ, ട്രാഫിക് ലംഘനങ്ങൾ ഇവയിൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. കാപ്രിയോയുടെ ഏറ്റവും ജനപ്രിയ വീഡിയോകളിൽ മാതാപിതാക്കളുടെ കേസുകളിൽ മക്കളെ കൊണ്ട് വിധി പറയിപ്പിക്കുന്നത് കാണാം. പെറ്റി കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതികളുടെ ജീവിത സാഹചര്യം ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമായിരുന്നു വിധി പറയൽ. ഇന്ത്യക്ക് റഷ്യയുടെ ഓഫർ 5% കിഴിവിൽ എണ്ണ നൽകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ഇന്ത്യക്ക് 5% കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് 5% കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എവ്ജനി ഗ്രഹ പറഞ്ഞു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുൻപത്തേതുപോലെ നടക്കും. കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യമാണ്. ബിസിനസ്സുകാർ തമ്മിലുള്ള വിഷയമാണത്. കിഴിവ് ഏകദേശം 5% ഇതിൽ വ്യത്യാസം വരാം, എവ്ജനി ഗ്രഹ പറഞ്ഞതായാണ് റിപ്പോർട്ട്. ബാഹ്യ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരും. തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും എവ്ജനി ഗ്രഹ പറഞ്ഞു. MDMA വിൽപ്പന, യുവാവ് അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്നും MDMAയുമായി വിൽപ്പനയ്ക്കെത്തിയ യുവാവ് പാങ്ങോട് പോലീസിന്റെ പിടിയിലായി. കല്ലറ മിതിർമല ഡേവിഡ് കോട്ടേജിൽ ജോബിൻ ആണ് പാങ്ങോട് പോലീസിന്റെ പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ ജോബിൻ 4.680 ഗ്രാം MDMAയുമായി വിൽപ്പനയ്ക്കായി മോട്ടോർ സൈക്കിളിൽ വരുമ്പോൾ രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് നടന്നത്. നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം, കീടനാശിനി. സംസ്ഥാനത്തു ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറങ്ങളും കീടനാശിനികളും വ്യാപകം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ ശേഖരിച്ച സാമ്പിളുകളിലാണ് മാരകമായ അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയത്. കൃത്രിമ ഭക്ഷ്യനിറങ്ങൾ, കീടനാശിനികൾ, പ്രിസർവേറ്റുകൾ, മാലിന്യങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അനുവദനീയമായതിന്റെ 3500% കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. 650-ലേറെ സാമ്പിളുകളാണ് ആകെ പരിശോധിച്ചത്. കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025-26 കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ്. കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025-26 ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ഇത്തവണ മുതൽ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ ഒളിമ്പിക്സ് സംഘാടക സമിതി രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക കേരളത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഈ കായികമേള തിരുവനന്തപുരത്ത് വെച്ച് ഒക്ടോബർ 22 മുതൽ 28 വരെ നടക്കും. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നവംബർ 4 മുതൽ 11 വരെ നടന്ന കേരള സ്കൂൾ ഒളിമ്പിക്സ് 2024ന്റെ സംഘാടന മികവ് വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഈ കായികമേള യുവതലമുറയുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഏകദേശം 45 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് 24,000 കായിക താരങ്ങളാണ് കഴിഞ്ഞ വർഷം
പങ്കെടുത്തത്. UAE-യിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 15ാമത്തെ ജില്ലയായി മത്സരങ്ങളിൽ പങ്കെടുത്തത് ഒരു ചരിത്ര സംഭവമാണ്. കഴിഞ്ഞ വർഷം ആൺകുട്ടികൾക്ക് മാത്രമാണ് പങ്കെടുത്തതെങ്കിലും ഈ വർഷം മുതൽ പെൺകുട്ടികളെയും ഉൾപ്പെടുത്തും. 1500ഓളം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളും ഈ മേളയിൽ പങ്കെടുക്കുന്നു. സ്കൂൾ ഒളിമ്പിക്സ് ഗിന്നസ് റെക്കോർഡ്സിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി, മുഖ്യ രക്ഷാധികാരി ആയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും വിവിധ മേഖലകളിലെ വിദഗ്ധരും അടങ്ങുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ചടങ്ങിൽ അധ്യക്ഷൻ ആന്റണി രാജും MLA അധ്യക്ഷനായിരുന്നു. അധ്യാപകനെ വിദ്യാർത്ഥി വെടിവെച്ചു. ഉത്തരാഖണ്ഡിലെ കാശ്പൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ അധ്യാപകന് നേരെ വെടിവെച്ചു. ബുധനാഴ്ച രാവിലെ ഗുരുനായക് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ചോറ്റുപാത്രത്തിലാണ് നാടൻ തോക്ക് കൊണ്ടുവന്നത്. ഫിസിക്സ് അധ്യാപകനായ ഗഗൻദീപ് സിംഗിനാണ് വെടിയേറ്റത്. ഗുരുതര പരിക്കേറ്റ അധ്യാപകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധ്യാപകന്റെ വലതു തോളിലാണ് വെടിയേറ്റത്. രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ ജീവനക്കാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. 2 ദിവസം മുമ്പ് ക്ലാസ്സിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ വഴക്കു പറയുകയും അടിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള ദേഷ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥിയുടെ പേരിൽ കേസെടുത്തു. KCL 2ാം സീസൺ ആഘോഷത്തുടക്കം. കേരള ക്രിക്കറ്റിന്റെ ഓണപ്പൂരത്തിന് ആഘോഷക്കൊടിയേറ്റം. കേരളത്തിലെ സൂപ്പർ താരങ്ങളെല്ലാം അണിനിരക്കുന്ന KCL 2ാം സീസൺ കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തുടക്കമായി. വിവിധ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന 6 ടീമുകൾ. 17 വയസ്സുള്ള കൗമാരക്കാർ മുതൽ 42 വയസ്സുള്ള വെറ്ററൻ താരം വരെ 106 കളിക്കാരാണ്. 33 കളികൾ. ഇനി 2.5 ആഴ്ചക്കാലം അനന്തപുരിക്ക് ക്രിക്കറ്റ് വെടിക്കെട്ടിന്റെ കൂടി ഉത്സവകാലമാണ്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ്, റണ്ണേഴ്സ് അപ്പ് ആയ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം തന്നെ സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു. ബില്ലിൽ തെറ്റൊന്നും കാണുന്നില്ല. പിന്തുണച്ച് ശശി തരൂർ. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് MP ശശി തരൂർ. ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ലെന്നും ബില്ലിൽ സഭയിൽ ചർച്ച നടക്കട്ടെ എന്നും ശശി തരൂർ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. 30 ദിവസം ജയിലിൽ കിടന്നാൽ ഒരാൾക്ക് മന്ത്രിയായി തുടരാനാകുമോ? ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ്. എനിക്കിതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. പരിശോധനയ്ക്കായി ബിൽ ഒരു സമിതിക്ക് അയക്കാവുന്നതാണ്. സമിതിയിൽ ചർച്ച നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്, ശശി തരൂർ പറഞ്ഞു. പടക്ക ലൈസൻസിനുള്ള അപേക്ഷ ആഗസ്റ്റ് 30 വരെ നൽകാം. ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പടക്ക വിൽപ്പന ലൈസൻസിനുള്ള അപേക്ഷ നൽകുന്ന തീയതി ആഗസ്റ്റ് 30 വരെ നീട്ടി. ലൈസൻസിനുള്ള അപേക്ഷകൾ ആഗസ്റ്റ് 30 വൈകിട്ട് 5-ന് മുമ്പ് കളക്ടറേറ്റിൽ ലഭ്യമാക്കണം. ശുഭാംശുവിനെ വരവേറ്റ് ഇന്ത്യ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങളുമായി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ലയ്ക്ക് വൻ വരവേൽപ്പ്. ഞായറാഴ്ച പുലർച്ചെ ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ ശുഭാംശുവിനെയും ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ ഭാഗമായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ISRO ചെയർമാൻ V നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ജിതേന്ദ്ര സിംഗിന്റെ സമൂഹമാധ്യമ പോസ്റ്റ് പങ്കുവെച്ച് ശുഭാംശു കുറിച്ചു. 1 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ശുഭാംശു ശുക്ലയെ സ്വീകരിക്കാൻ ഭാര്യയും മകനും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. വിമാനത്താവളത്തിൽ ത്രിവർണ പതാകയുമായി എത്തിയ 100 കണക്കിന് ആളുകളുടെ ആർപ്പുവിളികളിലേക്കാണ് ശുഭാംശു വന്നിറങ്ങിയത്. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് 4 കിലോ അരി വീതം. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികളാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അരി സ്കൂളുകൾക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോഗ്രാമിന് 50 പൈസ അധികം നൽകാനും തീരുമാനിച്ചു. ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിച്ച് വിതരണം സുഗമമാക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇതിന് വരുന്ന അധിക ചെലവ് നിലവിലെ കടത്തുകൂലി നിരക്കിൽ തന്നെ വഹിക്കാവുന്നതാണ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കോടതി മുറിയിലെ കാരുണ്യവാൻ ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ ഓർമ്മ. ഇന്ത്യക്ക് റഷ്യയുടെ ഓഫർ 5% കിഴിവിൽ എണ്ണ നൽകും. MDMA വിൽപ്പന യുവാവ് അറസ്റ്റിൽ. ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം, കീടനാശിനി. കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025-26 കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ്. അധ്യാപകനെ വിദ്യാർത്ഥി വെടിവെച്ചു. സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. പോയ വാരത്തിലെ വിജയി 10Bയിലെ ശില്പ വി. സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇന്ത്യൻ ടീമിന്റെ പുതിയ ഫുട്ബോൾ കോച്ചാര്? ഉത്തരം ഖാലിദ് ജമീൽ. സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഡൽഹി മുഖ്യമന്ത്രി ആര്? സ സ ദ സ നി ദ പ നി ദ മ ഗ മ ഗ രി സ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.